നമസ്കാരം. വീട്ടിലാണേ. നമ്മളെപ്പോഴും ട്രെയിൻ യാത്രയാണല്ലോ. അതിൽ നിന്നൊക്കെ ഇന്ന് വ്യത്യസ്തമായൊരു യാത്രയാണ്. ചെറിയൊരു റോഡ് ട്രിപ്പ് പോവുകയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കാറിലാണേ. നമ്മുടെ സ്കൂട്ടറൊന്നും എടുത്തിട്ടില്ല, കാരണം ഏപ്രിൽ മാസത്തെ ചൂട് അറിയാലോ. ഇത് പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്, സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. ഇനിയിപ്പോ ഒരു വീട്ടിന്റെ അവിടെ നിന്നെല്ലാം ഇറങ്ങി ഇനി ഒരു 1 കിലോമീറ്റർ പോയാൽ നമ്മുടെ ടൗൺ ആവും, നറുക്കിലക്കാടാവും. പിന്നെ നമ്മൾ ഇനിയിപ്പോ നേരെ പോകുന്നത് കണ്ണൂർ ജില്ലേന്റെ തളിപ്പറമ്പ്, പയ്യന്നൂര്, പറശ്ശിനിക്കട ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് തന്നെ. നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേന്റെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഈ ഒരു ചെറിയൊരു കട്ട് റോഡ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗത്ത് മാത്രം. പിന്നെ ബാക്കിയെല്ലാം നല്ല റോഡ് തന്നെയാണ്. നറുക്കിലക്കാട് കുഞ്ഞ് ടൗൺ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ വീഡിയോയിൽ ഈ ടൗൺ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂട്ടറൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഈ കാണുന്ന കടയിലാണ് നമ്മുടെ അച്ഛൻ പണിയെടുക്കുന്നത്. അപ്പം കുഞ്ഞു ടൗൺ ആണ്, അത്യാവശ്യം ഓട്ടോ സ്റ്റാൻഡ്, കുറച്ച് കടകളും ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ നറുക്കിലക്കാട് ബസ് സ്റ്റാൻഡ്. ഇവിടെ രാത്രിക്ക് നമ്മുടെ ആനവണ്ടി KSRTC ഒക്കെ നിർത്തിയിടാറുണ്ട്. കണ്ണൂരൊക്കെ പോകുന്ന വണ്ടിയൊക്കെ ചെറുപുഴ ബസ്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഇരിട്ടിയും കോട്ടയം അങ്ങനത്തെ ഒരുപാട് സ്ഥലം ദീർഘദൂര ബസ്സുകളൊക്കെ നമ്മുടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പം പള്ളിയുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ ഒരു നാട്ടിൽ. ഇന്നൊരു ഞായറാഴ്ച ആണ് കേട്ടോ, അതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് വരുന്നവരാണ് കൂടുതൽ പേരും. ഇതൊരു പള്ളിയാണ്. ഈ റെഡ് കളർ സ്വിഫ്റ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പുറമേ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല ലുക്ക് വണ്ടിയാണ്. ഇപ്പൊ യാത്ര ചെയ്ത് ചീമേനി എത്തി. ഇനിയിപ്പോൾ ഇതുവഴി തന്നെയാണ് യാത്ര ചെയ്യാനുള്ളത്. നേരെ കാങ്കോൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതുവഴി നേരെ പയ്യന്നൂർ പോവും. പിന്നെ അങ്ങനെയാണ് നേരെ പറശ്ശിനിക്കടവ്. കാങ്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് കണ്ണൂർ ജില്ലയാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, നേരെ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴി നേരെയാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഉണ്ട്. ഇത് നേരെ ചെറുപുഴ പെരിങ്ങോ എന്ന് പറഞ്ഞാൽ ആ കാറ് പോകുന്ന റൂട്ട് ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു റൂട്ടാണ്. കാരണം അങ്ങനെ ഇത് സ്ട്രീറ്റ് റോഡായതുകൊണ്ട് വണ്ടികളൊക്കെ വരുന്നത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിക്കും ഡ്രൈവർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു സിഗ്നല് വേണമായിരുന്നു, പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നമാണ് ഇത്. ഞങ്ങളെ യാത്രക്കിടയിൽ ഒരുപാട് ആക്സിഡന്റുകൾ കണ്ട ഒരേ സ്ഥലമാണ് ഈ കാങ്കോൽ എന്ന് പറയുന്നത്. കാരണം ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഈ റൈറ്റിൽ നിന്ന് വരുന്ന റൂട്ട് കാസർഗോഡ് നിന്ന് വരുന്ന റൂട്ടാണ്. നമ്മളിനി നേരെ കണ്ണൂർ ഭാഗത്തേക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് രണ്ടുപേരെ കൂടാതെ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ വേറൊരുത്തനും കൂടി ഉണ്ട്. ഞങ്ങളുടെ അനിയനാണ്, പേര് രഘുരാജ് എന്നാണ്. ഇവനുണ്ടല്ലോ ക്യാമറേന്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് സംസാരിക്കാനായിട്ടും. ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ അമ്മയും അങ്ങനെയാണ്. NH66 ഇപ്പൊ പല ഭാഗത്തും ഇങ്ങനെയാണ്. 6 വരി പാതയാണേ. നല്ല സുഖമല്ലേ ഡ്രൈവ് ചെയ്യാൻ. ശരിക്കും ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ മംഗലാപുരം ഭാഗത്തുനിന്ന്, അതായത് കാസർഗോഡ് ഭാഗത്തുനിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം. ഇപ്പം ഞങ്ങൾ അന്ന് സ്കൂട്ടർ എടുത്ത് പോയ സമയത്ത് തന്നെ 15 മണിക്കൂറിന് മുകളിൽ സമയം എടുത്തു. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സമയം എന്തായാലും ലാഭിക്കാം. രാവിലെ വിട്ട ഏകദേശം ഒരു നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് എവിടെ എത്താം, എറണാകുളം എത്താം. ഇനി അടുത്ത വലിയൊരു ടൗൺ ഉള്ളത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പിലേക്ക് ഒരു 10 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും പോകാനുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 2 വീലറിൽ പോകുമ്പോഴാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക. നമുക്ക് എണ്ണ അടിച്ചിട്ട് പോവാം. ഇവിടെ ഇല്ല ഇതല്ല അപ്പുറത്ത് അവിടെ നമ്മളിപ്പോ യാത്ര ചെയ്ത് വന്ന സ്ഥലം, അതായത് എടാട്ട് പയ്യന്നൂർ കോളേജ് ഉള്ള ഭാഗം, പെരിയാരം മെഡിക്കൽ കോളേജ് ഉള്ള ഭാഗം, ഇതൊന്നും ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം പല സ്ഥലത്തും പാലങ്ങള്, മതിലുകളൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊന്നും അത് കാണാനേ പറ്റുന്നില്ല. അതായത് പറഞ്ഞു വന്നത്, നമ്മൾ ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടകളും ഒക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ പഴയ ആ ഒരു ശരിയായ പെരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ആ ഒരു പെരിയാരത്തിനെ നമുക്ക് ശരിക്കും പറഞ്ഞൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പോ നമ്മൾ ധർമ്മശാല എത്തുമ്പോ അതുപോലെ തന്നെയാണ്. അതാണ്, ധർമ്മശാല അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവന് ശരിക്കും പറഞ്ഞാൽ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല പാലങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. പണിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു മഴയുടെ കോളും കൂടി ഉണ്ട്. മഴ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂര് അല്ലെങ്കിൽ കോഴിക്കോട് നിന്നെല്ലാം കാസർഗോഡേക്ക് വന്ന ബസ്സുകളില്ലേ, പ്രൈവറ്റ് ബസ്സുകൾ, KSRTC, അതൊക്കെ ഇതുവഴി തന്നെയാണ് പോവുക. പക്ഷേ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് കാരണം പോവാണെങ്കിൽ ഈ വഴി വരണ്ടെന്നാണ് പറയാനുള്ളത്. നമ്മുടെ പഴയങ്ങാടി വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. പഴയങ്ങാടി ചെറുകുന്ന് വഴി പോകുന്നതായിരിക്കും നല്ലത്. ഇത് പണി പൂർത്തീകരിച്ച ശേഷം ഇതിലൂടെ തന്നെ വരാം. കണ്ണൂർ
ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹൈവേ പോകുന്നത് ഇതുവഴിയല്ല, വേറൊരു വഴിയാണ് ഹൈവേ കടന്നു പോകുന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ തന്നെയാണ്. ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ഹൈവേന്റെ സൈഡിൽ തന്നെയാണ്. ഓട്ടോച്ചേട്ടൻ പെട്ടെന്ന് തന്നെ അല്ലേ? അതെ, സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് കാണുന്ന വഴിയാണ് കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. തളിപ്പറമ്പൊക്കെ വന്നിട്ട് തന്നെ നമ്മൾ ഒരുപാട് നാളായി. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതുവഴി വരുന്നേ ഇല്ലല്ലോ ഇപ്പൊ. ഇല്ല, ശരിക്കും വരാറേ ഇല്ല. കാരണം നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പഴയങ്ങാടി, നമ്മുടെ എന്താ പറയാ, കണ്ണപുരം വഴിയാണ് കൂടുതൽ പോവാറുള്ളത് തന്നെ. ഞാൻ നേരത്തെ ഓരോ സ്ഥലത്തെത്തുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞില്ലേ, അതിന്റെ മെയിൻ ഉദാഹരണം ഇത് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ എത്തിയ സ്ഥലത്തിന്റെ പേര് ബക്കളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളെ തളിപ്പറമ്പ് ധർമ്മശാലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് എത്തുന്നതിന് മുന്നേ നമുക്ക് ഇതേപോലത്തെ വലിയ പാലം പോവാം. അതാണ് നമ്മുടെ പുതിയ പാത പോകുന്നത് ഇതുവഴിയാണ്. അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോ ശരിക്കും പറഞ്ഞ ഒരു മതില് വന്ന ഒരു പ്രതീതിയാണ്. എല്ലാം അടച്ചിട്ട പോലെ അല്ലേ? അതെ, നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതായത് മുമ്പേ നമ്മൾ ഇതുവഴിയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു വഴിയൊക്കെ ശരിക്കും നമുക്ക് അറിയാലോ. ഇപ്പൊ ഈ പുതിയൊരു സംഭവം വരുമ്പോൾ നമുക്ക് ഇതൊന്നും ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുന്നിൽ ഒരു ലോഡ് പോകുന്നുണ്ടാ, അതിന് മുട്ടോ ഇപ്പൊ അത് കാണുമ്പോ അല്ലേ? നല്ല ലോഡ് ഉണ്ടല്ലോ അതില്, ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുറകിലൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്, ഹോൺ അടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ കയറി പോകാൻ വരെ വഴിയൊന്നും ഇല്ല. ചെറിയ വീതി മാത്രമേ ഉള്ളൂ റോഡിന്. അതുപോലെ തന്നെ മുമ്പിലൊരു ലോറിയും കൂടെ പോകുന്നുണ്ടല്ലോ. പുറകിലുണ്ട്. എവിടത്തേക്ക് നമ്മള് ഒതുക്കി കൊടുക്കാനാ? ഈ ലോഡും വണ്ടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതാ പറയുന്നത് ഓടടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തായാലും കയറ്റി വിടേണ്ടതാണ്, കയറ്റി വിടും. കാരണം അവരും സമയത്തിന് ഭയങ്കര വില കൽപ്പിക്കുന്നവരാണല്ലോ. ഇവിടെ എവിടെ ഒതുക്കാനൊരു സ്ഥലം വേണ്ടേ? ഫ്രണ്ടിൽ ഈ ലോഡ് വണ്ടിയല്ലേ, നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയാലും ഈ വണ്ടീനെ അത് ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ ധർമ്മശാല എത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ ധർമ്മശാല എത്തുമ്പോഴാണ് നമ്മൾ അന്ന് വണ്ടി എടുത്ത് പോയ സമയത്ത് നേരെ പോയില്ലേ അല്ലേ? സ്കൂട്ടർ എടുത്ത സമയത്ത് ഒന്നും മനസ്സിലായില്ല, നേരെ അങ്ങ് എടുത്തു പോയി. അവര് കുറച്ച് ലെഫ്റ്റിലേക്കായിട്ട് പോയിക്കോട്ടാ. ഈ വണ്ടി ഇതും അങ്ങോട്ടാണ്, ഇതും മറച്ചിനോട് ഭാഗത്തേക്കാന്ന് തോന്നുന്നു. ആ വണ്ടി പോയതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പോട്ടെ. ഇതാണ് ധർമ്മശാല. ലെഫ്റ്റിലേക്കാണ് നമുക്ക് പറശ്ശിനിക്കടവ്. നേരെ പോകുന്നത് കണ്ണൂരേക്കാണേ. ഇവിടുന്ന് തിരിയാം. ആ ബസ് പോട്ടെ അല്ലേ? എനിക്ക് പെട്ടെന്ന് എത്തണ്ടേ കണ്ണൂർ. അല്ല, ബസ്സിന് പോയി. ബസ് നേരെ ഇതാ കണ്ണൂർ ഭാഗത്തേക്ക് പോയി. കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും അത്. ഇനിയിപ്പോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയി. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ എന്താ പറയാ, സ്നേക്ക് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വിസ്മയ പാർക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴി തന്നെയാണ്. അങ്ങനെ പറശ്ശിനിക്കടവിൽ എത്തിയിരിക്കുകയാണ്. ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. നിങ്ങൾ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കണ്ണൂർ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ബസ്സിന് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഒരുപാട് ബസ്സുകളുണ്ട് കണ്ണൂർ ടു പറശ്ശിനിക്കടവ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ കിട്ടും. അതുപോലെ തന്നെ നേരെ കാണുന്ന ആ ഒരു വഴിയില്ലേ, അത് നമുക്ക് നടന്നു പോകുന്ന വഴിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. നമുക്ക് വണ്ടിയുള്ള ആൾക്കാർക്ക് എന്താ പറയുക, നേരെ താഴോട്ട് വണ്ടി എടുത്തിട്ടും പോവാം. ഇതാ ഒരുപാട് ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. കണ്ണൂരൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടും. ഞങ്ങൾ അന്ന് കണ്ണൂരിലേക്ക് ട്രെയിൻ വന്ന് ഇറങ്ങി, കണ്ണൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ ഇറങ്ങി, ഇവിടെ നിന്ന് പിന്നെ നടന്നിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. അതായത് അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് നമ്മൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തത്. കാരണം ബസ്സിനൊക്കെ വരുന്നവരുണ്ട്, ട്രെയിനിൽ ഇറങ്ങിയിട്ട് കണ്ണൂർ ഇറങ്ങിയിട്ട്. അപ്പൊ അതുപോലെ ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡ് നേരെ മയിൽ, അതായത് നമ്മുടെ മുത്തപ്പൻ ടെമ്പിളിന്റെ മുന്നിൽ നിന്നാൽ ഒരു പാലം കാണൂലേ, ആ പാലത്തിന്റെ മുകളിലേക്ക് ആ ഒരു റൂട്ട് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇതൊരു ഇടുങ്ങിയ റൂട്ടാണ്. ഇന്ന് നല്ല തിരക്കാണ്. കാരണം ഞായറാഴ്ച ആണ്, വീടിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് പോകുന്നുണ്ട്. പാർക്കിംഗ് ഒക്കെ നോക്കണം. കുത്തനെയുള്ള ഇറക്കമാണ്, അതുപോലെ തന്നെ നല്ല വളവും. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പോകാനൊന്നുമില്ല. 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന്. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പറശ്ശിനിക്കടവ് അമ്പലത്തിന്റെ പാർക്കിങ്ങിന്റെ ഭാഗത്തെത്തും. നല്ല റോഡാണ് കേട്ടോ. റോഡിനൊന്നും ഒരു കുഴവില്ല, നല്ല അത്യാവശ്യം നല്ലൊരു റോഡ് തന്നെയാണ്. വണ്ടിയെല്ലാം ഇന്ന് എല്ലാ സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തത് അല്ലേ? നമുക്ക് പേ പാർക്കിങ്ങിലേക്ക് നോക്കാം. സ്ഥലം ഉണ്ടാവില്ലേ? അവിടെ ഉണ്ടാവണം. നമ്മള് 2 വീലർ എടുത്ത് വരുന്ന സമയത്താണ് എവിടെ വേണമെങ്കിൽ വെക്കാം. എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കുത്തി ഇത് വെച്ച പോലെ തന്നെ എടുത്ത് വെക്കാം. റൈറ്റിലേക്ക് പോയിക്കോ. ഇതാണ് നമുക്ക് പേ പാർക്കിംഗ്. അവിടെ എന്തായാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. നേരെ പോയിക്കോ.
ചേട്ടൻ അങ്ങ് പൊയ്ക്കോന്ന് പറഞ്ഞു. ഇതല്ല ഇവിടെ, അയ്യോ ഇതല്ല, ഇതിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എവിടെ, ഇവിടേക്ക് നോക്കാം അല്ലേ? വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മടപ്പുരേൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് കാലൊക്കെ കഴുകി നമുക്ക് മടപ്പുരേൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ നേരത്തെ പറഞ്ഞ മയിൽ റോഡില്ലേ, ആ ഒരു പാലാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ബോട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകാം. ആദ്യം അകത്തോട്ട് കയറാം. ഇത് ഒരു കിടിലം ബോട്ട് പോകുന്ന കണ്ടാ. ഇതിൻ്റെ പുറകെ തന്നെ മറ്റൊന്നും കൂടി ഉണ്ട്. ഇതാ ഒരു ഹൗസ് ബോട്ടിനെ പോലെ തോന്നുന്നില്ലേ? ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിലൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങളിതിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു തിരക്കിപ്പം ഇങ്ങനെയാണിതാ. ബോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് ഇവിടത്തേക്കാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കാലൊക്കെ കഴുകി മടപ്പുരേൻ്റെ അകത്തേക്ക് കയറിയത്. ഇവിടെയാണ് നമുക്ക് അന്നദാനം ഉള്ള ഒരു കെട്ടിട്ടുള്ളത്. അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കയറണം. നല്ല തിരക്കാണ്. വളപട്ടണം പുഴയാണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. പറശ്ശിനിക്കടവിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ഞങ്ങൾ ഓരോ യാത്ര കഴിയുമ്പോഴും കൂടുതലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളൊരു പൊക്കോണൊക്കെ വാങ്ങി. ഇത് ഞങ്ങളിപ്പോൾ ഈ കാറിൻ്റെ അകത്ത് തന്നെ കഴിക്കും. ഇനി ഇവിടെയൊക്കെ നല്ല തിരക്കായിട്ടോ. കാറിന് വെക്കാനുള്ള സ്പേസ് അധികം ഇല്ല. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. വീണ്ടും ധർമ്മശാലയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരേക്ക്. കണ്ണൂര് പോയിട്ട് അവിടുന്ന് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ നവി? അതെ, നമ്മളുണ്ടല്ലോ നേരെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല അല്ലെ? നമ്മൾ ഈ റോഡ് വികസനത്തിന്, അതൊരു ഐക്കണായിരുന്നു അല്ലേ? റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ റൂട്ടിൽ തന്നെ, നാഷണൽ ഹൈവേന്റെ റൂട്ടിൽ തന്നെ ഒരുപാട് മരങ്ങള് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ നവി ഇനി വിട്ടാലോ നവി? വണ്ടിയോട് വെച്ചിട്ട് നമ്മളെ ഈ റൂട്ടിലത്തെ പ്രൈവറ്റ് ബസ്സിന്റെ ഒന്നും സ്പീഡ് എടുത്ത് പറയുന്നില്ല. നല്ല പോക്കാണ്. ഇവിടെയും വലിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ കണ്ണൂർ പയ്യന്നൂർ. അപ്പൊ ഇത് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് വന്ന വണ്ടി ശ്രീമുത്തപ്പൻ. രണ്ട് വണ്ടികൾ ഇതാ വാശിക്കാണ് പോകുന്നതാ. അത് ഓവർടേക്ക് ചെയ്ത് നമ്മ നേരത്തെ കണ്ട വണ്ടിയില്ലേ, രണ്ട് കണ്ണൂർ തന്നെയാണല്ലോ. അതിന്റെ പുറകെ തന്നെ മറ്റേതും പോവും. ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് കാണുന്നില്ലേ, ഇതാണ് നേരെ പഴയങ്ങാടി വഴി നേരെ പയ്യന്നൂരേക്ക് പോകുന്നത്. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ റൂട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇതാ നമ്മൾ നേരത്തെ പറശ്ശിനിക്കടവ് മടപ്പുരേൻ്റെ അവിടെ നിന്ന് വളപട്ടണം പുഴയില്ലേ, അത് നമ്മളിതാ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ട്രെയിനിലെല്ലാം പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു പാലം തന്നെയാണ്, വളപട്ടണം പാലം. ഇന്ന് എല്ലാ ഭാഗത്തും തിരക്ക് തന്നെ അല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഏത് ഭാഗത്ത് നോക്കുമ്പോൾ തിരക്ക് തന്നെ. ശരിക്കും പറഞ്ഞാല് ഇതൊന്നും അല്ല തിരക്ക്. ഈ വളവട്ടം ഭാഗത്ത് ഇപ്പം നല്ല എന്താ പറയാ ബ്ലോക്ക് വരുന്ന സമയമാണ് രാവിലെ. അല്ലാണ്ട് നമ്മൾ തിങ്കളാഴ്ച ഒക്കെ പോകുന്ന സമയത്ത് രാവിലെ നല്ല ബ്ലോക്ക് വരുന്ന സമയം ഇല്ല കേട്ടോ. ട്രെയിനില്ല ഈ സമയത്ത്, ട്രെയിനൊന്നും ഇല്ല. ഇനി കുറച്ച് പോയി കഴിഞ്ഞാൽ കണ്ണൂർ സിറ്റി ആയി. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തോടെ തന്നെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. പയ്യാമ്പലം ലെഫ്റ്റ്, ചാലാട് റൈറ്റ്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ചെറിയ വഴിയാണ് കേട്ടോ. നമ്മളിനിപ്പോ പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. നമുക്ക് എവിടെ വെക്കേണ്ടത്?
ഇപ്പുറത്തോട്ട് പോവാം. നട്ടുച്ച സമയത്താണ് ബീച്ചിലോട്ട് ഞങ്ങൾ പോകുന്നത്. 1:30. ഇവിടെ വെക്കാം, നമുക്ക് നടന്നു പോവാം. നമ്മൾ നേരത്തെ പോയ വഴിയില്ലേ, അവിടത്തേക്ക് പോയി 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിത് ഇപ്പോൾ പാർക്കിങ്ങുള്ള ഇവിടെ വന്നിരിക്കുകയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തോട്ട് പോവാം. പിന്നെ ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട്. പയ്യാമ്പലം ബീച്ച് പാർക്കാണ് ഇവിടെ. നമ്മളിനിപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു സ്മൃതി മണ്ഡപമുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം പോയി കണ്ടിട്ട് വരാം. ഇവിടെ CPM, BJP, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികളിലെ ഒരുപാട് നേതാക്കന്മാരുടെ സ്മാരകങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് പുറമെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി വീരമൃത്യു മരിച്ച ഒരു ജവാന്റെ സ്മാരകമാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുടെ പേര് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ തൊട്ട് മുകളിലായി ഒരു തോക്കുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 2 ഭാഗത്തായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചടയം ഗോവിന്ദൻ, കൊടിയേരി ബാലകൃഷ്ണൻ, EK നയനാർ. ബീച്ചിൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. നട്ടുച്ച സമയത്ത് ബീച്ചിലേക്ക്. ഈ പയ്യാമ്പലം ബീച്ചിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ മെയിനായിട്ട് കാണുന്ന ഒരു കെട്ടിടങ്ങൾ ഇതാണ്. മെയിൻ ഹൈലൈറ്റ് ആണിത്. പിന്നെ അവിടെയാണ് സ്മൃതി മണ്ഡപങ്ങളൊക്കെ ഉള്ളത്. അതുവഴി നേരെ ഇറങ്ങി ഇങ്ങോട്ട് വരാം. ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. നവീനിത സൺഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. ബീച്ചിലേക്കൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, നേരെ തിരിച്ചു പോവുക. അതാണ് ഇനിയുള്ളൊരു പ്ലാൻ. ഞങ്ങളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റിലാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു ഹോട്ടൽ നോക്കണം, അവിടെ കയറണം, ഭക്ഷണം കഴിക്കണം. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതാ നവീനൊക്കെ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ചിക്കൻ ബിരിയാണിയാണ്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കാം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പെരിയാരത്തെത്തി. പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഭാഗത്തേക്ക് പൊന്നതാ മനസ്സിലാവുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ല, ഇതാ ഇവിടേക്ക് ഇതൊക്കെ വെച്ച് അടച്ച് ഇതാ സെറ്റാക്കി. ഇതിലൂടെയാണ് ആ റോഡ് പോകുന്നത്. ഇത് ഇപ്പം നമ്മൾ പോകുന്നത് സർവീസ് റോഡാണ്. ഇതിൻ്റെ തൊട്ട് റൈറ്റ് ഭാഗത്താണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഇപ്പൊ ഈ ഒരു പാലൊക്കെ വരുന്നതുകൊണ്ട് അതങ്ങ് എന്താ പറയാ കാണാൻ പറ്റൂല. മെഡിക്കൽ കോളേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെയാണ് പെരിയാർ മെഡിക്കൽ കോളേജിന്റെ ഭാഗം വരുന്നത്. ആ മെഡിക്കൽ കോളേജിന്റെ ആ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ കണ്ണൂർ പെരിയാർ മെഡിക്കൽ കോളേജ്. അതായത് ഇതിലൂടെ ആ ഒരു റോഡ് വരുമ്പം ആ ഒരു ഇതേപോലെ ആവുമല്ലോ, മുഴുവനായിട്ടും അതൊരു കാണാത്ത രീതിയിലാവും. അങ്ങനെ ഇതാ പയ്യന്നൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ തിരക്ക് കുറവുണ്ടല്ലോ ഇവിടെ. അല്ല പയ്യന്നൂര് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തിരക്ക് കുറവ്. അല്ലാത്ത ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടർ പോലും ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ ടൗണിൽ വരികയാണെന്നുണ്ടല്ലോ, നമുക്ക് ഈ കാറൊക്കെ എടുത്ത് വന്നാൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലം പോലും ഈ ഒരു ടൗണിൽ ഇല്ല. ശരിക്കും നമ്മൾ നമ്മുടെ സ്വന്തം 2 വീലർ എടുത്ത് വരുവാണെങ്കിൽ പിന്നെ ഓക്കെയാണ് പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് നമ്മുടെ കൈരളി ഹോട്ടൽ ഉള്ളത്. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്ന ഒരു നല്ലൊരു ഹോട്ടലാണ് കൈരളി ഹോട്ടൽ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. നല്ല ചിക്കൻ ബിരിയാണി പണ്ട് മുതലേ ഇവിടെ തന്നെയാണ് വാങ്ങാറുള്ളത്. പിന്നെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഒരു ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. പയ്യന്നൂരിന്ന് ചെറുവത്തൂർ വഴി നീലേശ്വരത്തേക്കുള്ള റോഡാണിത്. 3 വരി 6 വരി പാത തന്നെയുണ്ട്. നല്ല റോഡാണ്. നമുക്കൊരു
80-ലെല്ലാം ക്രൂസ് ചെയ്ത് വെക്കാം, നല്ല സുഖമല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടില് ഈ സൈഡിലാണ് ഫാസ്റ്റ് ട്രാക്ക്, അതായത് സ്പീഡിൽ പോകേണ്ടത് ഈ ഒരു അറ്റത്താണ്, വലത് ഭാഗത്ത്. കുറച്ചും കൂടെ സ്പീഡിലെ അതായത് കുറവുള്ള വണ്ടിയാണെങ്കിൽ നടുക്കേ കൂടെ പോവാം, ഒട്ടും സ്പീഡില്ലാത്ത വണ്ടിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. അങ്ങനെയാണ് അതിൻ്റെ. പലർക്കും ഇതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഈ റോഡിനൊക്കെ നല്ല ടോളൊക്കെ വെച്ച് സെറ്റപ്പ് ആവും. സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് പിന്നെ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ ചെറുവത്തൂർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ളതാണ് ചെറുവത്തൂർ ടൗൺ. ഇനിയിപ്പം നമ്മൾ നേരെ ഇതുവഴി തന്നെ നേരെ നീലേശ്വരം ഹൈവേ ഒക്കെ പുതുതായിട്ട് വരുന്ന ഹൈവേക്ക് ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ നാഷണൽ ഹൈവേ ഇല്ലേ, ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടാണ് ഇതിനെ കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പം സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്. ഒരു കൂട്ടർ പറയുന്നു ഇത് BJP-കാരാണ് കൊണ്ടിരുന്നത്, മറ്റൊരു പറയുന്നത് CPM ആണ് കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നമ്മളെപ്പോലുള്ളവർക്കാണ്, സാധാരണക്കാർക്കാണ്. കാരണം നമുക്ക് വികസനമാണ് വേണ്ടത്. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നോക്കുവാണെങ്കിൽ രണ്ട് കൂട്ടർക്ക് ഇതിന്റെ പങ്കുണ്ട്. സംസ്ഥാനത്തിനായാലും പങ്കുണ്ട്, കേന്ദ്രത്തിനായാലും പങ്കുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പോയ കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? നീലേശ്വരത്ത്. ബസ് പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റും അല്ലേ? ഒരിക്കലും പറ്റൂല. ഇടയ്ക്ക് ഒരു 1.5 പോക്കാണ്. നമ്മുടെ പാലം അല്ലേ, പള്ളിക്കര. ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ നീലേശ്വരമായി കേട്ടോ. ഓ, ഇപ്പൊ ഇത് ഡബിൾ സൈഡ് ഇല്ല, മറ്റേ സൈഡിന് എന്തോ പറ്റി തോന്നുന്നു. അതെ അതെ, ഇതുവഴി തന്നെയാണ്. ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ടായതാണ് നമ്മുടെ ഈ ഒരു പള്ളിക്കര ഭാഗത്ത്. എത്ര നാളായെന്ന് അറിയും ഈ ഒരു പാലം വരാൻ വേണ്ടി. ഒരുപാട് കാരണം എന്ന് വെച്ചാല് താഴെ ഇങ്ങനെ ട്രെയിൻ വരുന്നതിന് മുന്നേ ഗേറ്റ് അടക്കും. ഇത് നാഷണൽ ഹൈവേ ആണല്ലോ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1.5 ബ്ലോക്കാണ്. പെട്ടുപോയ അവസ്ഥയാണ്. റെയിൽവേന്റെ വണ്ടി പോകുന്നുണ്ട്. ആ, റെയിൽവേന്റെ ഒരു വണ്ടി പോകുന്നുണ്ട്. ആ, കാണൂല. ഒരു സിംഗിൾ ട്രാക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നീലേശ്വരത്തേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പം നീലേശ്വരത്തെ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. കാരണം മെയിൻ ബസ് സ്റ്റാൻഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. മെയിൻ ബസ് സ്റ്റാൻഡ് വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, വലിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ എന്തല്ലോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ക്ലോസ് ചെയ്തിട്ടായിരിക്കുകയാണ്. അപ്പം താൽക്കാലികമായിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് ഇപ്പം കണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ നിർത്തുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ അതെ, ഇതാണ് ബസ് സ്റ്റാൻഡ് നീലേശ്വരം. വരാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടെ. കൊന്നക്കാട് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ് തന്നെയാണ്. നീലേശ്വരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. 1 മണിക്കൂർ യാത്ര ബസ്സിനായാലും. നമ്മുടെ വണ്ടി കാറൊക്കെ ആകുമ്പോൾ ഒരു 50 മിനിറ്റ് കൊണ്ട് എത്തും എന്തായാലും. അങ്ങനെ അവസാനം ഇതാ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് വൈകി, 6:30 ഇപ്പൊ സമയം. ഇനിയിപ്പോ ഈ ഒരു കട്ട് റോഡ് ഉണ്ട്, നേരെ ചെന്നെത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിലേക്കുള്ള വഴിയാണ് ഇത്. അങ്ങനെ യാത്രയ്ക്ക് ശേഷം ഇതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കാറെടുത്ത് പോയതുകൊണ്ട് വേറെ വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഉദ്ദേശിച്ചത് അസഹനീയമായ ചൂടാന്നല്ല പുറത്ത്. നമ്മൾ സ്കൂട്ടറൊക്കെ എടുത്ത് പോവാണെങ്കിൽ എന്താ പറയാ എന്തൊരിക്കും വല്ലാത്തൊരു അവസ്ഥയാവും. നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു കാറൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ സമയമില്ല. സാമ്പത്തികമായിട്ട് കാറൊന്ന് വാങ്ങാനുള്ള ഒരു കെൽപ്പൊന്നും ഇപ്പൊ ഇല്ല. എന്തായാലും അതിന്റെ ഒരു സമയമാവും അല്ലേ? എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടല്ലോ. പറഞ്ഞാലും ഫ്രണ്ടിന്റെ വണ്ടി എടുത്ത് പോയി, അതുകൊണ്ട് നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. അതെ അതെ. പിന്നെ നമ്മളെ റോഡിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നല്ലൊരു മാറ്റമാണ് കേരളത്തിന്റെ ആ ഒരു ഇത്. ഇപ്പം ഇവിടെ ആയാലും കണ്ണൂരും കാസർഗോഡ് ജില്ലയാണെങ്കിലും അത് കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചത്. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത കോഴിക്കോടായാലും മലപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ റോഡിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഇതിനൊന്നും വലിയ രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത് തന്നെ. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.